ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 5ാമത്തെ പാഠമായ ഇന്നല്ലാഹ യറാന എന്ന പാഠഭാഗമാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നല്ലാഹ യറാന, തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ അർത്ഥം വരുന്നത്. ഫസ്റ്റ് ഇത് നോക്കാം. ഹറജ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ഹറജ പറഞ്ഞാൽ പുറപ്പെട്ടു, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ലൈലൻ, രാത്രി. എന്തിനു വേണ്ടി? ലി യഅരിഫു അഹ്വാലു നാസി, ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി പുറപ്പെട്ടു. ഓക്കെ, വലമ്മ വസല ഇല ബൈത്തിൻ സഗീറൻ, ഉമർ റളിയല്ലാഹു എത്തിച്ചേർന്നു. എവിടെ? ഒരു ചെറിയ വീട്ടിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഓക്കെ, സെമിയ ഹിവാറൻ എജ്രി ബൈന ഉമ്മിൻ വ ഇബ്നത്തിഹ. എന്താ സെമിയ പറഞ്ഞാൽ കേട്ടു, ഹിവാറൻ പറഞ്ഞാൽ സംഭാഷണം. അവർ സംഭാഷണം കേട്ടു. ആര് തമ്മിലുള്ളത്? എജ്രി പറഞ്ഞാൽ ഇടയിലുള്ളത്. എജ്രി ബൈന ഉമ്മി വൈബിനത്തിഹ, ഒരു ഉമ്മയും മകളും കൂടി അവർ തമ്മിലുള്ള സംഭാഷണം ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാൻ ഇടയായി. ഓക്കെ, തെത്തുലുബുൽ ഉമ്മു മിനൽ ഇബിനത്തിഹ, ഉമ്മ മകളോട് കൽപ്പിക്കുകയാണ് അൻ തുലീഫുൽ മാഉ ഇല ലബനി, പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഉമ്മ മകളോട് പറയാണ്. ഓക്കെ, വലാക്കിൻ എന്ന് പറഞ്ഞാൽ ബട്ട്, പക്ഷേ റഫലത്തിൽ ഇബിനത്തു, മകൾ എന്ത് ചെയ്തു? എതിർത്തു, അതിനെ തടഞ്ഞു. എന്നിട്ട് പറയും വക്കാലത്ത് അവൾ പറഞ്ഞു, യാ ഉമ്മി, എൻ്റെ ഉമ്മ, ഇന്നൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഖദ് നഹാന ഇലാഫത്തുൽ മാഉ ഇല ലബനി, തീർച്ചയായും നമ്മുടെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിരോധിച്ച കാര്യമാണ് എന്ത്? പാലിൽ വെള്ളം ചേർക്കേണ്ടത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിരോധിച്ച കാര്യമാണ്. ഫഅജാബത്തിൽ ഉമ്മു, അതിൻ്റെ റിപ്ലൈ ഉമ്മ അതിന് മറുപടി പറയാണ്. എന്ത്? കൈഫ യാരിഫുൽ ഖലീഫ ഹാദാ ഫിൽ ലൈലി, എങ്ങനെയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഈ രാത്രി അറിയണത്? നമ്മൾ പാലിൽ വെള്ളം ചേർത്തോ ഇല്ലയെന്ന് അങ്ങനെ ഉമ്മ ചോദിക്കും. അപ്പോൾ ഫഹുവ ലാ യറാന, തീർച്ചയായും അവൻ അത് കാണില്ല എന്ന് പറയും. അപ്പോൾ ഫക്കാലത്ത് ഇബ്നത്തു, മകൾ പറയും, ഇന്ന കാന ഉമർ റളിയല്ലാഹു അൻഹു ലാ യറാന. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാവും, തീർച്ചയായും ഉമർ റളിയല്ലാഹു അൻഹു കാണില്ലായിരിക്കും. ഫ ഇന്നല്ലാഹു യറാന, പക്ഷേ തീർച്ചയായും അള്ളാഹു തആല കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് ഫ ഇന്നല്ലാഹ യറാന എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വർക്കിലേക്ക് കടക്കാം. നോക്ക്, നെക്റൗ വനഫ്, വായിക്കാൻ മനസ്സിലാക്കുക എന്നുള്ള ഫസ്റ്റ് എക്സസൈസാണ്. ഫസ്റ്റ് 3 ഹെഡിങ് ഉണ്ട്. ഇസ്മ, ഫിഅല്, ഹർഫ്. എന്താണ് ഇസ്മ, എന്താണ് ഫിഅല്, എന്താണ് ഹർഫ്, എന്താണ് നോക്കണത്. ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു നാമം, ഒരു പേരിനെയാണ് ഇസ്മ എന്ന് പറയാം. ഇപ്പോൾ ഖലീഫ എന്നൊരു പേരാണ്, ഉമർ എന്നൊരു പേരാണ്, നാസുൻ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു പേരാണ്. അങ്ങനെ വരുന്നതാണ് ഇസ്മ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയായിരിക്കും. പ്രവേശിച്ചു, ഹറജ പ്രവേശിച്ചു, യഅരിഫു മനസ്സിലാക്കി, വസല എത്തിച്ചേർന്നു, സെമിയ കേട്ടു, അങ്ങനെയുള്ളതാണ് ഫിഅൽ എന്ന് പറയാം. ഹർഫ് എന്ന് പറഞ്ഞാൽ ചെറിയ വേർഡ്സ് ഇല്ലേ, ഇല, മിൻ, അൻ, ഇന്ന, അൻ, അതൊക്കെയാണ് ഹർഫിൽ പെടുക. ഓക്കെ, അപ്പോൾ ഹർഫ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, പക്ഷേ ബാക്കിയുള്ള ഫിഅലിൻ്റെ ഇസ്മിൻ്റെ ഒക്കെ കൂടെ ചെന്നാലാണ് അതിന് അർത്ഥം വരുന്നത്, അതാണ് ഹർഫ്. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠത്തിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് ഇസ്മും ഫിഅലും ഹർഫും വേർതിരിച്ചെടുക്കാൻ. ഒരു സെൻറ്റൻസ് തന്നിട്ട് നോക്കുക, ഇതൊരു സെൻറ്റൻസാണ്, ഇത് തന്നിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ഇസ്മു ഫിഅല് ഹർഫ് വേർതിരിച്ചെടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതൊക്കെ ദാത്ത യൗമിൻ ജാ ജിബ്രീൽ അലൈഹിസ്സലാം ഇൻ ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല. ദാത്ത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ ഇസ്മില ഫിഅല ഹർഫിലാന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ തീരെ മനസ്സിലാവാത്ത വേർഡ്സ് നമുക്ക് ഒഴിവാക്കാം. യൗമുൻ പറഞ്ഞാൽ ദിവസം, അതെന്തായാലും ഇസ്മായിരിക്കും. ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഫിഅലാണ്, പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിൽ വരും. ഓക്കെ, ജാക്ക് ഞാൻ 2 എന്ന് കൊടുത്താൽ ഫിഅല്, 1 എന്ന് കൊടുത്താൽ ഇസ്മ, അങ്ങനെ അടയാളപ്പെടുത്തിയിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അതെന്താണ്? തീർച്ചയായും അതൊരു ഇസ്മാണ്. ഓക്കെ, അപ്പോൾ അവിടെ 1 വരും. നെക്സ്റ്റ് ഇന്ത അടുത്ത്,
എന്താന്ന് പറഞ്ഞാൽ അടുത്ത് അതിന് പ്രത്യേകിച്ച് ഇസ്മെ ഫേല് ഹർഫ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും അതെന്താണ് ഇസ്മാണ്. അപ്പോൾ അവിടെ 1. ഓക്കെ. വസഅല സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, അത് എന്താ ഫിഅലാണ്, പ്രവൃത്തിയാണ്. മൽ ഇഹ്സാൻ അതിൽ മാ എന്നുള്ളത് ഒരു വേർഡിൻ്റെ കൂടെ ചെന്നാൽ മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ അത് ഹർഫാണ്. എഹ്സാൻ എന്നത് ഇതിലും പെടും, ഇസ്മിലും പെടും. അജാബ എന്ന് പറഞ്ഞാൽ ഉത്തരം പറഞ്ഞു, അതെന്തായിരിക്കും? എഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇസ്മായിരിക്കും, അജാബ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിഅലായിരിക്കും. 2. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇസ്മിൽ. ഓക്കെ. എഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇസ്മാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി അൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർഫായിരിക്കും. 3. തഅബുദു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഫിഅലായിരിക്കും. ഓക്കെ. 2. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഇസ്മാണ്. 1. അന്നക്ക അതെന്താണ്? ഫിഅലാണ്, ഹർഫാണ്. അന്നക്ക എന്നൊക്കെ എന്ത് ഹർഫിൽ പെടും. ഓക്കെ. പിന്നെ ഇതിൽ ഫഇൻ ലം ഫഇന്നഹു ഇതൊക്കെ ഹർഫിൽ പെടും. ബാക്കിയൊന്നും ഇസ്മു ഫിഅലും ഉൾപ്പെടുത്തില്ല. കാരണം നിങ്ങൾക്ക് തീരെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്കത് എവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇസ്മും ഫിഅലും കണ്ടേക്ക് മനസ്സിലാവുന്നത് മാത്രം നമുക്ക് എടുത്തെഴുതിയാൽ മതി. ഓക്കെ. ഇനി ഫിഅൽ മനസ്സിലാക്കുക ഒരു എളുപ്പവഴിയുണ്ട്. എന്താ? കൂടുതൽ ഫിഅലിൻ്റെ ലാസ്റ്റ് ഫതഹ ആയിരിക്കും. ഓക്കെ. ഹറജ, സമിഅ, വസല അങ്ങനെ വരും. പക്ഷേ നഹ, എറ ചിലതിന് ലമ്മും വരുന്ന കേസുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കുക. വർക്ക് എന്ന് പറഞ്ഞാൽ മാലി തന്നിട്ടുണ്ട് മുലാരി എഴുതുക, മുലാരി തന്നിട്ടുണ്ട് മാലി എഴുതുക എന്നതാണ്. ഓക്കെ. ഫസ്റ്റ് മുലാരി പറഞ്ഞാൽ എന്താ? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുലാരി. അതിൻ്റെ മാലി എഴുതാൻ പറഞ്ഞാൽ തെത്തുലുബുവിൻ്റെ മുലാരീൻ്റെ മാലി കഴിഞ്ഞു പോയ വേർഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ താ അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് എല്ലാത്തിനും ഫതഹ കൊടുക്കുക. അപ്പോൾ ത്വലബ എന്ന് വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് യഅരിഫുവിൻ്റെ മാലി പറഞ്ഞാൽ യാ ഒഴിവാക്കുക, ഇവിടൊക്കെ ഫതഹ കൊടുക്കുക, ഒറഫ എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് എജിരീൻ്റെ യാ ഒഴിവാക്കിയിട്ട് എന്തെഴുതുക? ബാക്കി എന്താണത്? ജറ. ഓക്കെ. നെക്സ്റ്റ് യറ എന്നുള്ളതിൻ്റെ ഒഴിവാക്കിയാൽ എന്ത് വരും? റഅ എന്നായിട്ട് കിട്ടും. റഅ. ഇനി മാലി തന്നിട്ടുണ്ട്. ഹറജ പറഞ്ഞാൽ പോയി എന്നാണ്, അതിന് പുറപ്പെട്ടു എന്നാണ്. അതിൻ്റെ മുലാരി എന്ന് പറഞ്ഞാൽ യഹരിച്ചു. എന്താണ്? യഹരിച്ചു. ഓക്കെ. വസല, യസിലു. സമിഅ, യസ്മഉ. ഖാല, യഖൂലു. ഓക്കെ. എന്താണ് മുഫ്രദും ജംഉം പറഞ്ഞാൽ സിംഗുലാർ vs പ്ലൂരൽ അല്ലെങ്കിൽ ഏകവചനം ബഹുവചനം എന്ന് പറയും. ഹാലും പറഞ്ഞാൽ അവസ്ഥ, അഹ്വാലും പറഞ്ഞാൽ അവസ്ഥകൾ. ഇബ്നത്തുൻ മകൾ, ബനാത്തുൻ മക്കൾ, ഉമ്മുൻ ഉമ്മ, ഉമ്മഹാത്തുൻ ഉമ്മമാർ, മാഉൻ വെള്ളം, മിയാഉൻ വെള്ളങ്ങൾ. ഇതൊക്കെയാണ് മുഫ്രദും ജംഉം. ഇത് മുഫ്രദ്, ഇത് ജംഉ, ഇത് മുഫ്രദ്, ഇത് ജംഉ, അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ നിന്ന് നമ്മളോട് ഇസ്മും ഫിഅലും ഹർഫും എഴുതി മനസ്സിലാക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഇത്രേ വരണുള്ളൂ. ഇത് എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു. അസ്സലാമു അലൈക്കും.